കുട്ടികൾ രണ്ടും ഇല്ലാത്തോണ്ട് വീട് ഉറങ്ങിയതുപോലെ. അല്ല, നിങ്ങൾ ആശുപത്രി പോയോ? ശുപ്പാണ്ടിയെ കണ്ടോ? കാലൊടിഞ്ഞ് കിടന്നിട്ടും അവന്റെ അഹങ്കാരത്തിന് ഒരു കുറവും വന്നിട്ടില്ല. ആശുപത്രിയിലെ 1-2 നേഴ്സുമാർക്ക് ജീവിതം കൊടുക്കാമെന്ന് പറഞ്ഞതൊക്കെ പറയുന്ന കേട്ടു. അല്ല, 2 ആഴ്ചക്ക് മുകളിൽ അവൻ ആശുപത്രി കിടക്കുകയില്ലേ? അല്ല, അവന് 2ാം തവണയും ആ കിണറ്റിൽ വീണതല്ലേ എനിക്ക് അതിശയം. അറിവിന്റെ കത്ത് വന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? അവൻ കോളേജിലായിരുന്നു, ഈവനിങ് ക്ലാസ്, പകൽ ജോലി. പത്രം ഓഫീസിൽ എല്ലാവർക്കും അവനോട് പ്രത്യേക വാത്സല്യമാണെന്ന്. അയാൾ എന്തൊക്കെയോ കവിതകൾ കുറിച്ചെന്നോ അത് വിടുതലിയുടെ വാരാന്ത പതിപ്പിൽ അച്ചടിച്ച് വരുമെന്നോ ഒക്കെ എഴുതിയിട്ടുണ്ട്. നിജമാ? എന്നിട്ട് കത്ത് വിടെ? അത് പിന്നെ എനിക്ക് വായിച്ചതല്ലേ, എടുക്ക് വായിക്കട്ടെ. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എനിക്ക് അക്ഷരം അറിയാം. ഓ, ഇയാള് വായിച്ചു കേൾപ്പിക്കാൻ. അത് പിന്നെ അവന്റെ ഒരു ഫ്രണ്ടാ. ബോയ് ഫ്രണ്ടാ, ഗേൾ ഫ്രണ്ടാ? ഓ, ആരായാലും എന്താ, അവന്റെ ഫ്രണ്ടാ. ശ്രീപെരുമ്പത്തൂരിൽ മുൻ പ്രധാനമന്ത്രി ബോംബ് പൊട്ടി മരിച്ചു. ഇലക്ഷൻ പ്രചരണാർത്ഥം തമിഴ്നാട്ടിൽ പര്യടനം നടത്തിയ മുൻ പ്രധാനമന്ത്രി ശ്രീപെരുമ്പത്തൂരിൽ സംഘടിപ്പിച്ച യോഗത്തിൽ പ്രസംഗിക്കാനെത്തവേ അദ്ദേഹം പ്രസംഗിക്കാനായി ഒരുക്കിയിരുന്ന വേദിക്ക് 30 മീറ്റർ അകലെ വെച്ചുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. കൊലപാതകത്തിന് പിന്നിൽ തമിഴ് പുലികളെയും ഖാലിസ്ഥാൻ തീവ്രവാദികളെയും ഒക്കെയാണ് സംശയിക്കുന്നത്. India is an old country, but a young nation. And like the young everywhere, we are impatient. I am young, and I too have a dream. I dream of an India strong, independent, self-reliant. जे पीढ़ पर आए जान रे ഉറക്കത്തെ ശല്യപ്പെടുത്തിയതിന് ക്ഷമിക്കണം. ഞാൻ ത്യാഗരാജൻ, സിബിഐയിൽ നിന്നാണ്. നിങ്ങളുടെ പേരെന്താ? കുയിൽദാസൻ. ആ, കുയിൽ വ്യാസനോ ദാസനോ? ദാസൻ. ആ, എന്ത് ചെയ്യുന്നു? ഞാൻ ഹൈസ്കൂൾ അധ്യാപകനാണ് സാർ. ആഹാ, പേരറിവ് മകന? ആമാ സാർ. അകത്തുണ്ടോ? ഇല്ല സാർ. പിന്നെ പേരറിവ് മദിരാസിയില ദ്രാവിഡ ഘടകത്തിന്റെ വിടുതലി പത്രത്തിൽ വേല പാക്കണോ എന്ന് സാർ. ശ്രീപെരുമ്പത്തൂരിൽ മുൻ പ്രധാനമന്ത്രി ബോംബ് സ്ഫോടനത്തിൽ മരിച്ചിട്ട് ഇന്ന് 22 ദിവസം കഴിഞ്ഞു. ആത്മഹത്യാ സ്ക്വാഡിൽപ്പെട്ട ഒരു പെൺകുട്ടി ധരിച്ച ബെൽറ്റ് ബോംബ് പൊട്ടിയാണ് അദ്ദേഹം മരിച്ചത്. ടിവിയിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ വാർത്തകൾ ഞാൻ പറഞ്ഞതാണ് സാർ. അതുമായി ബന്ധപ്പെട്ട് എന്റെ മകനെ അന്വേഷിക്കേണ്ട കാര്യം. ചില സംശയങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാ. ഈ തമിഴ് പുലികളുമായി എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല സാർ. ഒരു ബന്ധവുമില്ലെങ്കിൽ പിന്നെ പ്രഭാകരന്റെ പടം എന്തിനിവിടെ സൂക്ഷിക്കണം? പ്രഭാകരന്റെ പടം മാത്രമല്ല സാർ, അകത്ത് പെരിയൂരിന്റെ പടമുണ്ട്, അണ്ണാദുരയുടെ MGRന്റെയും പടമുണ്ട്, ഗാന്ധിജിയുടെ പടമുണ്ട്.
എന്താണ്? ഭാഗ്യനാഥൻ. ഇയാളെ എങ്ങനെ എവിടെ വെച്ചാ പരിചയം? ഞങ്ങൾ ദ്രാവിഡ ഘടകത്തിന്റെ പ്രവർത്തകരാണ് സാർ. സമ്മേളനങ്ങൾക്ക് പോകുമ്പോൾ കണ്ട് പരിചയമുണ്ട്. ഭാഗ്യനാഥൻ സ്വന്തം പ്രസ്സുള്ള അയാൾ എന്റെ ഒരു കവിതാ സമാഹാരം അച്ചടിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കഥ. ഈ ഭാഗ്യനാഥൻ നളിനിയുടെ സഹോദരനാണ്. നളിനിയെ പരിചയമുണ്ടോ? ഇല്ല സാർ. അറിവിന് പരിചയം കാണുമോ? അറിയില്ല സാർ. അയാളോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. മല്ലികയിലാണ് ഞങ്ങളുടെ ക്യാമ്പ്. അവിടേക്ക് വരാൻ പറയണം. നമ്മുടെ മോനെ പോലീസ് അന്വേഷിച്ചു വരേണ്ട കാര്യം. നാളെ തന്നെ പെരിയാർ തിടലിൽ ചെന്ന് അറിവിനെ കൂട്ടിക്കൊണ്ട് മല്ലികയിലെത്തി നമുക്ക് പോലീസുകാരെ കാണാം. അവർ ചോദിക്കട്ടെ, നമ്മുടെ മുമ്പിൽ വച്ച് ചോദിക്കട്ടെ, നമ്മുടെ പേര് ഭൂഭാവമാണെന്നും 19 വയസ്സുള്ള ചിന്ന കുളന്തയാണെന്നും ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുമ്പോ ഭയന്ന് പുരക്കകത്ത് കയറി ഒളിച്ചിരിക്കുന്നവരാണെന്നും നമുക്ക് അവരോട് പറയാം. അവർക്ക് ബോധ്യമാകും. ബോധ്യമാകില്ലേ? ആകും. ഇതയാൾക്ക് എവിടെ നിന്ന് കിട്ടി? അറിവിന് അയാൾ പറയട്ടെ. അത്ഭുതം. മനസ്സ് വല്ലാതെ തുടിക്കുന്നു. ചാവിന് മുമ്പിൽ തമ്പേറ് കൊട്ടി ആടും പോലെ. മദ്രാസ് പെരിയാർ തിടൽ പാസഞ്ചർ கொஞ்ச நிமிடத்தில் 1வது பிளாட்ஃபார்மில் வந்து சேரும். ജ്വാലാർപേട്ടയിൽ നിന്നും വരുന്നു. ഞാൻ അറിവിന്റെ അപ്പാവാ. പേരറിവിന്റെ. പുതുതായി ജോയിൻ ചെയ്ത ആളാ. മോനകത്തുണ്ടല്ലോ. ഒന്ന് വിളിക്കുവോ മോളെ? ഒരു നിമിഷം നിങ്ങൾ ഇരിക്കൂ.